ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ അതിനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. പിന്നെ കുറച്ച് മടിയും ഉണ്ട്. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേന്നും പെരുന്നാളിൻ്റെ അന്നത്തെയും ഒരു വ്ളോഗാണ് കേട്ടോ. പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. പിന്നെ തിരക്ക് കാരണം എടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർമ്മ വരുന്ന സമയത്ത് ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തു വെച്ച് അതൊക്കെ പല കുട്ടിയൊരു വീഡിയോ ആക്കണം കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നാണ് ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. സെമിക്ക് ഡ്രസ്സ് നിർത്തിയില്ലട്ടെ. ഞങ്ങളൊക്കെ പിന്നെ നേരത്തെ എടുത്ത് വെച്ച് സെമിക്ക് ഡ്രസ്സ് എടുത്തില്ല. പിന്നെ മെഹസിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഓന് എന്താ ബോഡിയിലൊക്കെ ഓരോ എന്തൊക്കെയോ അങ്ങനെ പൊന്തിക്കണം കേട്ടോ, ഒരു റെഡ് കളറ് പോലെ ഇങ്ങനെ. പക്ഷേ ഓൻ നല്ല പനിയുണ്ടായിരുന്നു. അപ്പോൾ പനി ഓൻ ഇടയ്ക്ക് വരുന്നത് വെറുതെ തന്നെ മാറലുണ്ട്. അപ്പോൾ അത് വിചാരിച്ചങ്ങനെ നിന്നതാണ്. അപ്പോൾ കാണിക്കാൻ വിചാരിച്ച് പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു ഫോൺ കവർ വാങ്ങാൻ പോയത് കേട്ടോ. ഇന്നാൾ ഫോൺ കവർ തപ്പിയിട്ട് കിട്ടിയില്ല, അപ്പോൾ ഒരു ഫോൺ കവർ വാങ്ങിച്ച്. അപ്പോൾ ആ കടയിൽ പൈസ ഇങ്ങനെ നടക്കണം കേട്ടോ. ഞാൻ ഒരു ഫോൺ കവർ വാങ്ങി. പക്ഷേ അത് വാങ്ങിയപ്പോൾ വേറെ ഏതും എനിക്ക് ഇഷ്ടപ്പെടാതെ ഒന്ന് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അത് സെലക്ട് ചെയ്ത് പോന്ന് കടയിൽ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കവിടെ വേറൊരു ഫോൺ കവർ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അത് എടുക്കാനും വയ്യ. എടുത്തത് ഒരു ഭയങ്കര കുറ്റബോധത്തിലാണ് കേട്ടോ ഞാനപ്പോൾ. എനിക്ക് മറ്റേത് എടുത്താൽ മതി ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ സെമി ഒരുപാട് വട്ടം പറഞ്ഞു അത് എടുത്തോ നല്ലതാണെന്ന്. പക്ഷേ ഞാൻ അതപ്പോൾ ഒന്നും കേട്ടില്ല. പിന്നെ എനിക്ക് തോന്നി അത് വേണമെന്ന്. ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ വന്ന് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടും ഇപ്പോൾ വിഷമം മാറിയില്ല കേട്ടോ. പിന്നെ ഒരു ടെക്സ്റ്റൈൽസിൽ വന്നതാണ് സെമിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കസവ് കേന്ദ്രക്കാട്ട് പോയി. ഞങ്ങൾ 2-3 ഷോപ്പിലൊക്കെ കയറി നോക്കി. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോന്ന് അവിടെ ഫൈസി നിലത്ത് മുട്ടുകുത്തി നടക്കുന്നു കേട്ടോ. മര്യാദ കൂടി നിൽക്കണില്ല. ഇനി നമ്മളെ കയ്യിൽ അടുത്തൊന്നും നിൽക്കണില്ല. ഓടി കളിച്ചേട്ടോ. അപ്പോൾ ബില്ലെടുക്കാനോ എന്തിനൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഷർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ അവിടുന്ന് പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫൈസിക്ക് ബലൂൺ കിട്ടാത്ത പരാതിയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നത് ഓനവിടെ അടങ്ങി നിൽക്കണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസ് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വെച്ചൊരു ഷോപ്പിൽ കയറി. അവിടെ പോയി മെഹസി വിളിച്ചപ്പോൾ കുറച്ച് കോലുമുട്ടായി വാങ്ങിയിരുന്നു. കോലുമുട്ടായി കുറച്ച് ഡിഫറെൻ്റ് കേട്ടോ. ഒരു വത്തക്കൻ്റെ മാതിരിയുള്ള ഒരു കോലുമുട്ടായിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അത് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആ മുട്ടായി വാങ്ങിയോണ്ട് പിന്നെ അവൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചിക്കു ഷെയ്ക്കാ തോന്നുന്നുണ്ട് അത് കുടിച്ച് കുറച്ചിരം കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോരാണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് മൈലാഞ്ചി വാങ്ങണം അങ്ങനെയൊക്കെ പ്ലാന്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാനിലൊക്കെയാണ് ഞാൻ പോയത്. ഇവനിങ്ങനെ കരഞ്ഞ് ആകെ സീനാക്കിയപ്പോൾ പിന്നെ ഞാൻ മൈലാഞ്ചി വാങ്ങണ കാര്യമൊക്കെ മറന്നുപോയി. എന്തെങ്കിലും വാങ്ങാണ്ട് വെച്ചപ്പോൾ ഒന്നുമില്ല. അന്നാണ് വേഗം വീട്ടിൽ പോകാറുണ്ട്. വീട്ടിൽ എത്തിയപ്പോഴാണ് ഓർത്തത് മൈലാഞ്ചി വാങ്ങിയില്ലല്ലോ. മൈലാഞ്ചി ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ പെരുന്നാൾ. അങ്ങനെ പിന്നെ അടുത്തൊരു ഷോപ്പുണ്ടായിനി. അവിടെ പോയിട്ട് വേഗം മൈലാഞ്ചിയൊക്കെ വാങ്ങി. പിന്നെ അതിലിടാൻ സമ്മതിക്കുന്നുണ്ടായില്ല. അപ്പം വല്ലൊക്കെ ഉറങ്ങി രാത്രി ഒരുപാട് ലേറ്റായിട്ട് കേട്ടോ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടത്. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് അധികം ഒടുക്കും പോയില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എല്ലായിടത്തേക്കും പോകണം എന്നൊക്കെ പ്ലാനിട്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പോകാൻ കഴിഞ്ഞില്ല. ഒന്നാമത് മഴയില്ലെങ്കിലും ഒടുക്കത്തെ വെയിലായിരുന്നു. പിന്നെ പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് പോകുമ്പോഴത്തേന് വേഗം ക്ഷീണമായി. പിന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ നിന്ന് കുറേ ആയി എല്ലായിടത്തേക്കൊക്കെ പോയിട്ട്. പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും പോകാൻ പറ്റിയൊരു ദിവസമാണല്ലോ. അപ്പോൾ അധികമൊന്നും പോയില്ല. കുറച്ച് വീട്ടുകാരോ കുടുംബക്കാരോടൊക്കെ പോയി. പിന്നെ വേഗം വീട്ടിലോട്ട് പോന്നു. അതുതന്നെയാണ്. പിന്നെ ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ട്രിപ്പ് പോയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫൈസി ആനനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയത്. ആനേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്താ സംഭവം അറിയില്ല. ആന ആയാൽ മതി. അങ്ങനെ പിന്നെ അമ്പിളി മാമനെ കാട്ടിക്കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഈ മൈലാഞ്ചിയൊക്കെ ഇട്ട് എൻ്റെ മൈലാഞ്ചി എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഞാൻ അധികമൊന്നും ഇടാറില്ല കേട്ടോ. പണ്ടൊക്കെ ഒരുപാട് ഇടുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലോണം ഇടാൻ കഴിയുന്നു കേട്ടോ. ഡെയിലി ഇങ്ങനെ
മൈലാഞ്ചി പോയാൽ വീണ്ടും ഞാനിടും. അങ്ങനെ ഇതിപ്പോൾ കുറേ ആയിട്ടിട്ട്, അതുകൊണ്ട് പിന്നെ വിചാരിച്ച പോലെ അങ്ങോട്ട് ഇടാൻ കഴിയുന്നില്ല. ഞാനൊരു ചിത്രം നോക്കിയാണ് ഇട്ടത്, പക്ഷേ എൻ്റെ ചിത്രം വേറെ ആയിപ്പോയി. ഞാൻ കുറച്ച് ലാസ്റ്റ് എൻ്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ കൂട്ടി ഒരു വിധത്തിൽ അത് കംപ്ലീറ്റ് ആക്കി. എൻ്റേതായ കുറേ പൊടിക്കൈയൊക്കെ ഉണ്ട്. ഞാൻ ഈ മൈലാഞ്ചിയാണ് കേട്ടോ വാങ്ങിയ, റെഡ് ചില്ലിയോ എന്തോ പേരാണ്. പക്ഷേ ഇതും ഈ ബിഗ് ബി എന്നൊരു സാധനം അതൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ, അതിൻ്റെ കളർ സുഖമില്ല. അപ്പോൾ നോർമൽ മൈലാഞ്ചിയാണ് എനിക്കിഷ്ടം. അങ്ങനെ അതൊക്കെ ഇട്ട് പിന്നെ രാവിലെ ആയത് ഞങ്ങൾ സെമിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടത്. ഈ ടൈമിൽ ഞാൻ എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫുൾ ഫോട്ടോ എടുത്തിടാനൊന്നും ആയില്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിയുന്ന പോലെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ എവിടേക്കൊക്കെ പോയി ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളെന്താ ആരും കമൻറ്റൊന്നും ചെയ്യാത്തത്, എന്താ ലൈക്ക് അധികം ഇടാത്തത്? അപ്പോൾ എല്ലാവരും എന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം പിന്നെ മേജ് ഭയങ്കര കരച്ചിൽ തുടങ്ങി. പിന്നെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ് കേട്ടോ. കാരണം എൻ്റെ സൗണ്ട് അടിച്ചു പോയി. പെരുന്നാളും പിറ്റേന്നൊക്കെ ആയപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ സൗണ്ട് അടിച്ചു പോയിട്ടോ. ഞങ്ങൾ പുറത്തൊക്കെ പോയിനി, ഒന്ന് ട്രിപ്പൊക്കെ പോയിനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ സൗണ്ട് പോയിന്, എന്താ അറിയില്ല, ഇപ്പോഴും വന്നിട്ടില്ല. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റത്തെ ദിവസമാണ്. ഇങ്ങോട്ട് എൻ്റെ സൗണ്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പിന്നെ മേസി ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ ഓനെല്ലാവരും എടുക്കുന്നത് കണ്ടിട്ട് ഫൈസ് അതിലേറെ ചെറിയ കുട്ടിയായിട്ട് മുട്ടുത്തി കളിച്ചാണ് കേട്ടോ. എല്ലാവരുടെ ഇടയിലും ഒന്നും കൂടി ക്യൂട്ടാവാൻ വേണ്ടിയിട്ട് ഓൻ മുട്ടുത്തി കളിച്ചാണ്. മേസിനെക്കാട്ടി ചെറിയ കുട്ടിയായ മധുരവും കൊഞ്ചാണ് അവിടെ കിടന്നാണ്ട്. പിന്നെ അവിടെ കുറച്ചേരൊക്കെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം ആയരെ ഞങ്ങൾ കുറച്ച് കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് പോന്നിട്ട് പിന്നെ എവിടേക്കും പോയില്ല. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വയനാട്ടിലോട്ടൊക്കെ പോയിനി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കമ്മിങ് സൂൺ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. എന്നാലേ ഞാനിടുന്ന ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.